അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ ചെണ്ടുമല്ലി, ചട്ടിപ്പൂവ്, ബന്ദിച്ചെടി എന്നൊക്കെ പറയണ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ കൃഷിഭവനിൽ വന്നപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ചും ഉണ്ട് മഞ്ഞയും രണ്ടുമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഏതായാലും ഒരു കുഞ്ഞി ചട്ടിയിൽ നട്ടുപിടിപ്പിക്കണത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചട്ടിയിലേക്ക് പറിച്ച് തന്നെ കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു ഹോളുള്ള ചട്ടിയായിരിക്കണം, ഇല്ലെങ്കിൽ വെള്ളം വാർന്നു പോവില്ല. അപ്പോൾ ഹോളുള്ള ഇതുപോലത്തെ ഒരു കുഞ്ഞി ചട്ടിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് വെച്ച മണ്ണാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് ഈർപ്പം ഉണ്ടാവണത് നല്ലതാണ്. അത് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെ ചട്ടിയിൽ വാരിട്ടതിൻ്റെ ശേഷം നമ്മൾ ഇതിലിങ്ങനെ, അതായത് നമ്മളെ ഈ ചെണ്ടുമല്ലി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് പാകത്തായിട്ടുള്ളൊരു കുഴി നമ്മൾ ഇങ്ങനെ കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ ഈ കുഴി കൊടുക്കണതാകുമ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്താൽ ശരിക്കും അവരവിടെ ഉറച്ച് നിൽക്കും. മറ്റേ ഡ്രൈ ആയിട്ടുള്ള മണ്ണാകുമ്പോൾ നമുക്ക് കുഴി വെക്കുമ്പോൾ ആ കുഴിയിലേക്ക് വീണ്ടും മണ്ണിറങ്ങി വരുമല്ലോ. അത് ഞാൻ പറഞ്ഞത് ഈർപ്പുള്ള മണ്ണ് വെച്ചിട്ടിങ്ങനെ നട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ചട്ടിയിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് പോട്ടി മിക്സൊക്കെ നിറച്ച മണ്ണ് നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ അതേ ഒരു 7 ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒന്ന് ഉഷാറായി, ഒന്ന് കുറച്ച് വളർന്ന് നല്ലൊരു ഇതിലായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ നിന്ന് വേറെ വലിയ ചട്ടിയിലാണ്, ഗ്രോ ബാഗിലാണ്, നിലത്ത് എവിടെയെന്ന് വെച്ചാൽ വെക്കുമ്പോൾ ഞാൻ മുന്നേ കാണിച്ചുകളാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉണ്ട് കമഴ്ത്തി കൊടുത്താൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ നട്ടതായ കാരണം കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണൊക്കെ നിലത്തേക്ക് ചാടിപ്പോരും. അപ്പോൾ നിങ്ങൾ ഒരുവിധം പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ കൃഷിഭവനിൽ നിന്ന്. അപ്പോൾ ഈ തൈ വാങ്ങി വെച്ചിട്ട് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മുന്നേ ഞാനിതിൻ്റെ വീഡിയോ വേറെ ചെണ്ടുമല്ലി നട്ട് വളർത്തിയിട്ട് അതിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മളെ ചെണ്ടുമല്ലിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളിത് എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഇത് വെച്ച് പിടിപ്പിക്കുക, ഭംഗി ആസ്വദിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.